എല്ലാവർക്കും നമസ്കാരം. ആയുർവേദ ഔഷധങ്ങളിൽ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് സിദ്ധ ഔഷധമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് താംബൂല ലേഹ്യം. താംബൂലം എന്നാൽ വെറ്റില തന്നെയാണ്. വെറ്റില പ്രധാന ചേരുവയായതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. വെറ്റില നീര്, കൽക്കണ്ടം, തേൻ കൂടാതെ ചുക്ക്, മുളക്, തിപ്പലി തുടങ്ങിയ ഔഷധങ്ങൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. കഫത്തെ അലിയിച്ച് കളയാനും ശ്വാസനാളിയിലെ വീക്കം കുറയ്ക്കാനും ഈ ലേഹ്യത്തിന് പ്രത്യേക കഴിവുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഫലപ്രദമായ ഈ ഔഷധം മികച്ച ഫലം നൽകുന്ന ഒന്നാണ്. വരണ്ട ചുമയായാലും കഫത്തോടു കൂടിയുള്ള ചുമയായാലും അതിന് ആശ്വാസം നൽകാൻ താംബൂല ലേഹ്യം സഹായിക്കുന്നു. നെഞ്ചിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫത്തെ ഇളക്കി പുറത്തു കളയാൻ ഇത് ഫലപ്രദമാണ്. ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നവർക്ക് ശ്വസനം സുഗമമാക്കാൻ ഈ ലേഹ്യം പതിവായി ഉപയോഗിക്കുന്നത് നല്ലതാണ്. തൊണ്ടയിലെ അസ്വസ്ഥതകൾ മാറാനും ശബ്ദം തെളിയാനും ഇത് സഹായിക്കുന്നു. തുമ്മൽ, മൂക്കൊലിപ്പ് തുടങ്ങിയ അലർജി ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ഇതിലടങ്ങിയിരിക്കുന്ന ചേരുവകൾക്ക് കഴിവുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ താംബൂല ലേഹ്യം കഴിക്കുന്നത് രാത്രികാലങ്ങളിലെ ചുമ കുറയ്ക്കാൻ സഹായിക്കും. ഒരു സ്പൂൺ താംബൂല ലേഹ്യത്തിൽ അല്പം തുളസി നീര് കൂടി ചേർത്ത് കഴിക്കുന്നത് കഫം പെട്ടെന്ന് ഇളകിപ്പോകാൻ സഹായിക്കും. ഈ ലേഹ്യം കഴിച്ച ശേഷം ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളം കുടിക്കുന്നത് തൊണ്ടയിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാനും വേദന കുറയ്ക്കാനും സഹായിക്കും. കുട്ടികൾക്ക് കഫക്കെട്ട് വരുമ്പോൾ ഒരു ചെറിയ അളവിൽ ലേഹ്യം തേനിൽ ചാലിച്ച് നൽകുന്നത് ശ്വാസമുട്ടൽ കുറയ്ക്കാൻ സഹായിക്കും. ശബ്ദത്തിൽ തടസ്സമോ കരകരപ്പോ അനുഭവപ്പെടുമ്പോൾ ചെറിയ അളവിൽ ഈ ലേഹ്യം നാവിലിട്ട് നുണയുന്നത് ശബ്ദം വ്യക്തമാകാൻ സഹായിക്കും. ഏതൊരു ഔഷധത്തെയും പോലെ തന്നെ താംബൂല ലേഹ്യവും ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ കൽക്കണ്ടവും തേനും അടങ്ങിയിട്ടുള്ളതിനാൽ പ്രമേഹമുള്ളവർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിച്ചേക്കാം. ഇതിൽ ചുക്കും തിപ്പലയും ഉള്ളതിനാൽ അമിതമായ അളവിൽ കഴിച്ചാൽ ചിലർക്ക് വയറിൽ പുകച്ചിലോ അസിഡിറ്റിയോ അനുഭവപ്പെടാം. ലേഹ്യം ഉപയോഗിക്കുന്ന സമയത്ത് തണുത്ത വെള്ളം കുടിക്കുന്നതും തൈര് ഉപയോഗിക്കുന്നതും ഒഴിവാക്കുന്നത് ഫലം വേഗത്തിൽ ലഭിക്കാൻ സഹായിക്കും.